ഓം ഹരിശ്രീ മഹാഗണപതായ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം സൂര്യാദി സർവഗുരുഭ്യോ നമഃ. മൂർത്തിത്വേ പരികൽപ്പിത ശശബ്ദോ ആത്മാ പുനർജന്മനാത്മേത്യാത്മവിദം ഇതശ്ചേതാം വർത്താമരം ജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതിഭുശ്ചാനേകതായ സുതോ വചന്നസന്തതാത്വനേകകിരണാ ത്രൈലോക്യദീപോ രവിഃ. ആചാര്യവീര്യം കൃഷ്ണവർണം പിതൃലോകാനിവാസിനം ദിന്ദിനം നന്ദിനം ശാന്തം ഗുരുപാദം ഉപാസ്മഹേ. ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം വെള്ളം ജടാദേ വിഭ്രാണം വെള്ളിമാമല വിഗ്രഹം വെള്ളൂർ മറന്ന ഗൗരീകം ഉള്ളിലമ്പോടി ചിന്തയിൽ. ഗുരുബ്രേച്ച ഗൃഹേർവേച്ച മായാമന്തോയ മഞ്ജരി പ്രസന്ന മനസാസ്തേ മേ. സത്യം കുറുവന്തു ഭാരതീം സത്യം കുറുവന്തു ഭാരതീം സത്യം കുറുവന്തു ഭാരതീം. തിരുവോണം നക്ഷത്രം. കർക്കിടകൻ രാശി. പന്ത്രണ്ടില് വ്യാഴം. അപ്പൊ ഈശ്വരാധീനാണ് ആദ്യം നോക്കുക. ഈശ്വരാധീനം നോക്കുമ്പോ എന്താ ഫലം? വ്യാഴം മറഞ്ഞ രാശി. വ്യാഴപ്രീതി ഇല്ല. വ്യാഴപ്രീതി ഇല്ല. ആരോടാധിപതിയായ ചന്ദ്രൻ 7 നിന്നിട്ട് ആരോടത്തിലേക്ക് നോക്കുന്നുണ്ട്, കർക്കിടകത്തിലേക്ക് വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ വ്യാഴപ്രസാദം ഇല്ല തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഒരു അവസരത്തിൽ. അപ്പൊ ഈശ്വരാധീനം കുറച്ച് കുറവാണ് കാണിക്കുന്നത്. 12 പോയി. 12 പോയി. ഷഷ്ടം ദ്വാദശമഷ്ടമഞ്ചമുനേ ഭാവാനുഷ്ഠാൻ വിദുസ്തനാദാവിധ വീക്ഷിതായ ധരിപ്പയേ. അങ്ങനല്ലേ വചനം വരിക? മനസ്സിലായി? 6, 8, 12 വ്യാഴം നിന്ന് കഴിഞ്ഞാൽ അത് അനിഷ്ടഭാവം എന്നാണ് പറയാം. അപ്പോ ഇത് 12ാം ഭാവം ആയതുകൊണ്ട് അത് അനിഷ്ടഭാവത്തിലേക്കാണ്. പാപം വ്യയം ച പതനം നിരേ വാമവാഹനം സ്ഥാനഭ്രംശം ച വൈകല്യം ദ്വാദശേനഭി ചിന്തയിൽ എന്നല്ല പറയാം. അപ്പൊ വ്യയം, പതനങ്ങള്, ചെലവ് വീഴ്ചകള്, വൈകല്യം വീഴ്ചകളും അതേപോലെ ചെലവ് വീഴ്ചകള്, വരവിനേക്കാൾ കൂടുതൽ ചെലവേറും എന്നാണല്ലോ 12ാം ഭാവത്തെ സൂചിപ്പിക്കുന്നത്. അത് അങ്ങനെ ഒരു ഫലം വരാനുള്ള കാരണം എന്താ വെച്ചാൽ വ്യാഴത്തിന് ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വ്യാഴം മാത്രമാണെങ്കിൽ ചെലവ് അത്രയ്ക്ക് ചെലവില്ല. ചെലവ് ചെയ്യുന്നത് നന്മ നിറഞ്ഞ കാര്യങ്ങൾക്കായിരിക്കും. പക്ഷെ ചൊവ്വയുടെ ദൃഷ്ടിയുള്ളത് കൊണ്ട് അപ്രതീക്ഷിതമായ ചെലവുകൾ വരിക. അപ്പൊ ചൊവ്വയാകുമ്പോ രോഗ കാരണങ്ങൾ കൊണ്ടും ചെലവ്. ചൊവ്വയെ കൊണ്ട് നമ്മൾ ചിന്തിക്കുക സത്വം ഭൂവലിതം സഹോദര ഗുണം ക്രൗര്യം രണം സാഹസം വിദ്വേഷം ച മഹാനിസ്ഥാക്കി സ്ത്രീ ചോരാം രിപുൺ. അങ്ങനെയല്ല പറയാ ജോത്സരെ. ഒരു തീപ്പൊള്ളലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്ത് തർക്കങ്ങളാവാം. സ്ഥല വിഷയമായിട്ടുള്ള സ്വത്ത് തർക്കങ്ങള്, ഭൂമി പരമായിട്ടുള്ള സ്വത്ത് മുഖേനയുള്ള സംബന്ധമായ കാര്യങ്ങള്, അല്ലെങ്കിൽ തീപ്പൊള്ളലുകളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളാവാം. ചൊവ്വയെ കൊണ്ട് നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹം എന്ന് പറയുമ്പോ പാപഗ്രഹം കൂടിയാണല്ലോ. പാപഗ്രഹത്തിന്റെ യോഗത്തോടു കൂടി നിൽക്കുന്നത് ശനിയുടെ. അതെ, ശനിയോട് കൂടിയാണ് യോഗം ചെയ്തത്. അഗ്നിമാരുത സംയോഗം എന്ന് പറയും. അതെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 9ാം ഭാവത്തിലാണ് ആ ചൊവ്വ നിൽക്കുന്നത്, ശനി. അപ്പൊ 9ാം ഭാവത്തിൽ ശനിയും ചൊവ്വയുള്ളത് കൊണ്ട് ഭാഗ്യാദികൾക്ക് കുറച്ച് അശുഭകരമായ ഒരവസ്ഥ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അറിയാതെ ചെന്ന് പല കാര്യങ്ങളിൽ എടുത്തു ചാടുക. ഇപ്പൊ തന്നെ ഒരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. കാരണം ചന്ദ്രൻ, ആരോടാധിപതിയായ ചന്ദ്രൻ 7ലാണ് നിൽക്കുന്നത്. അത് മകരൻ രാശിയിലാണ്. അപ്പൊ മകരൻ രാശി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രക്ഷപ്പെടാൻ
പരിശ്രമിക്കുന്ന ഒരു വ്യക്തി, ആ പക്ഷെ കുഴപ്പങ്ങളിലേക്ക് കൂടുതൽ ചെന്നുപെടും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കുമ്പോൾ അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വീഴ്ചയിൽ ഒരു കുഴിയിലേക്ക് വീഴുക. ആ കുഴി വീക്ഷിക്കാതെ നേരെ നടന്നു പോകുന്ന ഒരു വ്യക്തി അപ്രതീക്ഷിതമായിട്ട് ഒരു ചതുപ്പ് കുഴിയിലേക്ക് വീണു പോവാ. ആ ഒരവസ്ഥ. ആ വീണില്ലെങ്കിൽ വീഴ്ത്താൻ ആളുകളുണ്ടോ? അത് സ്വചങ്ങാതിമാരാവാം, സഹോദരന് തുല്യമായ ആളുകൾ. ചൊവ്വയും കൂടി ആവുമ്പോ സഹോദര തുല്യം എന്നല്ല പറയാം. അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാതെ ഒരു ടേണിങ്, അതും നല്ലതിനല്ല. അപ്പൊ ഇതിനുള്ള നല്ലൊരു കാര്യം എന്താണ്? വ്യാഴത്തിന്റെ പ്രസാദം ആദ്യം തന്നെ ഉണ്ടാക്കുക. വ്യാഴപ്രീതി ഉണ്ടാക്കുക. സർവേശ്വരാണ് ദിഷണാസ്തി നിറ്റി. സർവ ഈശ്വരന്റെയും അഭിവൃദ്ധിയാണല്ലോ വ്യാഴം. ആ വ്യാഴാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 12 പോയിരിക്കുന്നത്. അപ്പൊ വ്യാഴത്തിന് അതും ഭാഗ്യാധിപതിയാണ്, ആരോടം കൊണ്ട് ഭാഗ്യാധിപതിയാണ്. അപ്പൊ ആ ഭാഗ്യാധിപതിയുടെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ എന്താ? 2 രീതിയിലും വേണം നമ്മൾ ഉണ്ടാക്കാൻ. ഒന്ന്, പിതൃതുല്യരായ ആൾക്കാരെ നന്മകൾ ചെയ്തുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്. 2, നമ്മൾ പൂർവികമായിട്ട് ആചരിച്ച് വരുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വൈഷ്ണവ തുല്യമായ ചൈതന്യത്തിനെ പ്രീതിപ്പെടുത്താം. ഈ 2 രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തിരുവോണം നക്ഷത്രത്തിന് ഇത് ഇപ്പോഴുള്ള ദുരിതങ്ങൾ മാറി പുതിയൊരു വഴിയിലേക്ക് കടക്കാം. ഒരു ഐശ്വര്യാഭിവൃദ്ധിയും കാര്യസാഹിത്യത്തിനുള്ള ഒരു ലക്ഷണമുണ്ട്. എന്തുകൊണ്ടത് പറയുന്നത് വെച്ചാൽ 11 ശുക്രന് 11ാം ഭാവാധിപതിയും ഒപ്പം ഗുളികനും നിൽക്കുന്നുണ്ട്. സർവാഭിഷ്ടാനത്ത് ഗുളികൻ 11 നിന്നാൽ ശുഭാണ്. സർവാഭിഷ്ടകമോ ജ്യേഷ്ഠ ഭ്രാതാജാത എന്നല്ല പറയാം. അപ്പൊ അതനുസരിച്ച് ശുക്രനും കൂടി നിൽക്കുമ്പോ ശുക്രൻ സമ്പത്യാഗന വസ്ത്രഭൂഷണാനി നിധി ദ്രവ്യാണി അല്ല പറയാ. സമ്പത്ത്, വാഹനം, വസ്ത്രം, അപ്രതീക്ഷിതമായിട്ട് ഐശ്വര്യാഭിവൃദ്ധിയും ധനം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാൻ സാധ്യത. അപ്പൊ അങ്ങനെ ഒരു വിഷയം കൂടി കാണുന്നുണ്ട്. സംഗതി ശുഭാണ് തിരുവോണം നക്ഷത്രക്കാർക്ക്. അവര് കുഴപ്പത്തിലേക്ക് മറ്റുള്ളവർ ചെന്ന് ചാടിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പല. അപ്പൊ അതൊന്നും എപ്പോഴും ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ നന്നായിട്ട് ആലോചിച്ചിട്ട് എടുക്കുക. അതുപോലെ ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലവണ്ണം ആലോചിക്കുക, അതിനുശേഷം ആ കാര്യത്തിലേക്ക് നടക്കുക. കാരണം പ്രതീക്ഷിക്കാതെ നമ്മൾ ഏറ്റവും നല്ലവരെന്ന് നമ്മൾ സഹായിക്കുന്നു എന്ന് വിചാരിക്കുന്നവര് കുഴിയിലേക്ക് ചാടിക്കാനുള്ള യോഗം ഉണ്ട് ഇതില്. അപ്പൊ അതുപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എന്നാലും ആരൂഢത്തിലേക്ക് ആ ഭാവാധിപതിയുടെ ദൃഷ്ടി ഉണ്ടല്ല. തിരുവോണം നക്ഷത്രം ഈ 27 നക്ഷത്രത്തിലെ ഏറ്റവും ശുഭമായ ഒരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം അല്ലെ ജോത്സ്യരെ? അവര് തിരുവോണം നക്ഷത്രക്കാർ എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി എന്ത് പ്രയത്നം ചെയ്യാൻ പരിശ്രമിക്കുന്നവരാണ്. അതാണ് അവർക്കുള്ളൊരു കുഴപ്പം. എന്താണെന്ന് വെച്ചാൽ അവരപ്പോൾ മറ്റുള്ളവരെ അവരുടെ ഉദ്ദേശശുദ്ധിക്ക് വേണ്ടിയിട്ട് കരുവാക്കിയിട്ട് കുഴിയിൽ ചാടിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് കണക്ക് കൂട്ടി മുന്നോട്ട് നീങ്ങുക. നല്ലൊരു ഫലം വരുന്നുണ്ട്, നല്ലൊരു അനുഭവം വരുന്നുണ്ട്. അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ വ്യാഴപ്രീതിക്ക് വേണ്ട ആ ഒരു ഒന്നില്ലെങ്കിൽ സഹസ്രനാമ ജപാദികളോ അല്ലെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനമോ ഒക്കെ ചെയ്യാം. അത് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ അതുപോലെ നിങ്ങളുടെ താറയുടെ ഒരു കോർണർ കണ്ടിട്ട് കുറച്ച് കണക്ക് തെറ്റിയിട്ടാണോ അല്ലെങ്കിൽ അതിൻ്റെ തറ കുറച്ച് വിള്ളല് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണ്, പാക്കിങ്ങോ അതിൻ്റെ അളവ് കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിലൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ തന്നെയാണ് അവർക്ക് അഭിഷ്ടങ്ങൾ, അതായത് സർവ്വ ഐശ്വര്യങ്ങൾ വരാനുള്ള സമയമാണ് ഇപ്പൊ അടുത്ത 28 ദിവസത്തിനുള്ളില്. അപ്പൊ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നല്ലൊരു സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ആ കോർണർ വീടിന്റെ ഒരു കോർണർ കണ്ടിട്ട് ഒരു മൂല കണ്ടിട്ടുള്ള എന്തെങ്കിലും പാകപ്പിഴകളോ തകരാറുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. അതുപോലെ വിഷ്ണുമായ പ്രീതി അല്ലെങ്കിൽ ശാസ്താപ്രീതി ഒക്കെ വരുത്തുക. വേണ്ട പോലെ ശിവക്ഷേത്രത്തിൽ പോയിരുന്നത് മുടക്കാതെ വീണ്ടും പോവുക. നല്ല പ്രാർത്ഥനാദി കാര്യങ്ങൾ ചെയ്യുക, നാമജപാദി കാര്യങ്ങൾ ചെയ്യുക. ഇത് പൊതുവായൊരു ഫലമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കൂടുതൽ പറയുമ്പോൾ ചന്ദ്രന്റെ ക്ഷേത്രം കൂടിയാണല്ലോ. ചന്ദ്രന്റെ ക്ഷേത്രമാണ്. അപ്പൊ ചന്ദ്രൻ 7ലേക്കാണല്ലോ വീക്ഷിച്ച് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ സ്ഥിതിയും കൂടി ഒന്ന് 7 നിൽക്കുന്ന ചന്ദ്രൻ ശരിക്ക് ഗമനാഗമനാണ്. അതായത് അത് ആരൂഢാധിപതിയാണല്ലോ. മുന്നോട്ടുള്ള വഴി തുറക്കും ചന്ദ്രൻ.
പക്ഷെ അതിനാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. കാരണം മുന്നോട്ടുള്ള വഴി തുറക്കുമ്പോൾ മറ്റുള്ളവർ നയിച്ച വഴി കൂടെ നടക്കരുത്, ചതിയിലേക്ക് വന്ന് വീഴും. അങ്ങനെ ചെയ്യരുത്. പകരം അവനവൻ സ്വബുദ്ധിയാൽ കൊണ്ട് അവന്റെ മനോധർമ്മം അനുസരിച്ച്, ചന്ദ്രൻ മനസ്സിന്റെ കൂടി ആളാണ്, മനോധർമ്മം അനുസരിച്ച് ചിന്തിച്ച് ആലോചിച്ച് പ്രാർത്ഥിക്കാം, എന്നിട്ട് മുന്നോട്ട് നീങ്ങും. അപ്പൊ അത്രയാണ്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് അറിയേണ്ടതാണ്. ശരിക്കും ഇത് പൊതുവായ ഫലം പറയുന്നതാണ്. നേരിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു പൊതുവായ ഫലം. നിങ്ങൾ ഒഴിവ് പോലെ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങൾ എങ്ങനെയാ കൂടുതലായിട്ട് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പൊ നല്ലൊരു ദിവസം തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം നല്ലൊരു മാസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ജഗദീഷിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി.